നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. മസ്കറ്റ്, തെക്ക് വടക്ക് ഷർഖിയ, അൽ വുസ്ത, ദാഖിലിയ, തെക്ക് വടക്ക് ബാത്തിന, ബുറൈമി, ദാഹിറ, മുസന്തം ഗവർണറേറ്റുകൾ, അൽ ഹജർ പർവ്വതങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ഉൾപ്പെടെ ഒമാന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും വരും ദിവസങ്ങളിൽ മഴ പെയ്തേക്കും. കനത്ത കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെയായിരിക്കും മഴ പെയ്യുക. വിവിധ പ്രദേശങ്ങളിൽ 20 മുതൽ 80 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. മണിക്കൂറിൽ 30 മുതൽ 80 കിലോമീറ്റർ വരെ വേഗതയിലായിരിക്കും കാറ്റ് വീശുക. പൊടിക്കാറ്റ് ഉയരുന്നതിനാൽ ദൂരക്കാഴ്ചയെയും ബാധിച്ചേക്കാം. കടൽ പ്രക്ഷുബ്ധമാകുന്നതിനാൽ ഒമാന്റെ തീരപ്രദേശങ്ങളിൽ തിരമാലകൾ 4 മീറ്റർ വരെ ഉയർന്നേക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. നിലവിൽ ഇന്ത്യൻ തീരപ്രദേശമായ ഗുജറാത്തിന് സമീപമാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ ഒമാൻ കടലിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങുന്നതിനാൽ ഉഷ്ണമേഖല ന്യൂനമർദ്ദമായി മാറും. ഇതിന്റെ ആഘാതം ഞായറാഴ്ച മുതൽ വിവിധ ദിവസങ്ങളിൽ ഒമാനെ ബാധിച്ചേക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. മുൻകരുതൽ എടുക്കണമെന്നും വാദികൾ നിറഞ്ഞൊഴുകാൻ സാധ്യതയുള്ളതിനാൽ ഇത് മുറിച്ചു കടക്കരുതെന്നും കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസവും രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ മഴ ലഭിച്ചു. മഹ്ദ, ദംഗ്, ബുറൈമി, നിസ്വ, യങ്കൽ, വാദി ഇജ്രാൻ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കൂടുതൽ മഴ ലഭിച്ചത്. കുറച്ചു ദിവസങ്ങളായി ഒമാനിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും അതിരൂക്ഷമായ കാലാവസ്ഥയിലും 16 പേർ മരിച്ചതായും 4 പേരെ കാണാതായതുമായാണ് റിപ്പോർട്ട്. തുഫാർ ഗവർണറേറ്റിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. സലാലയിലെ അൽ മുക്സൈൽ ബീച്ചിൽ തിരമാലയിൽ ഒലിച്ചുപോയ 8-അംഗ കുടുംബത്തിലെ 3 പേരെ രക്ഷപ്പെടുത്തുകയും 2 പേരുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. ബാക്കി 3 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 40 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് റോയൽ ഒമാൻ പോലീസ് ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ മുഹമ്മദ് ബിൻ നാസർ അൽ കിന്ദി പറഞ്ഞത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.